ഹായ് ഫ്രണ്ട്സ്, ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലെയിൻ പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷനും അതോടൊപ്പം അതിൻ്റെ എനർജി ഡെൻസിറ്റി, എനർജി, ആവറേജ് പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജി, ഇൻറ്റൻസിറ്റി എന്നിവയൊക്കെയാണ്. നമുക്ക് ആദ്യം തന്നെ ഇക്വേഷൻ ഫോർ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് എന്താണെന്ന് നോക്കാം. പ്ലെയിൻ പ്രോഗ്രസീവ് ഹാർമോണിക് വേവ് എന്താണ് എന്ന് വെച്ചാൽ, ഒരു പ്ലെയിൻ വേവ് ഒരു മീഡിയത്തിലൂടെ അറ്റ്യൂനേഷൻ ഇല്ലാതെ അഡ്വാൻസ് ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്. ഇവിടെ പാർട്ടിക്കിൾ ഒരു സിമ്പിൾ ഹാർമോണിക് വൈബ്രേഷൻ ആണ് പോകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു വേവ് ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്നു, അത് അറ്റ്യൂനേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ലാഗ് ഇല്ലാതെ പോവുകയാണെങ്കിൽ അതിനെ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് എന്ന് പറയും. അതോടൊപ്പം തന്നെ ഈ പാർട്ടിക്കിൾ ഒരു സിമ്പിൾ ഹാർമോണിക് വൈബ്രേഷൻ അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ ഈ പ്ലെയിൻ പ്രോഗ്രസീവ് വേവിനെ നമ്മൾ പ്ലെയിൻ പ്രോഗ്രസീവ് ഹാർമോണിക് വേവ് എന്നാണ് പറയുക. ഈ പ്ലെയിൻ പ്രോഗ്രസീവ് ഹാർമോണിക് വേവിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടു, ഇവിടെ പ്ലെയിൻ പ്രോഗ്രസീവ് ഹാർമോണിക് വേവ് ആണ് ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസ് പീരിയോഡിക് ആണ്, SHM പീരിയോഡിക് ആണ്. അതുപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് വേവ്സും പീരിയോഡിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സിമ്പിൾ ഹാർമോണിക് വേവ്സിനെ അല്ലെങ്കിൽ പീരിയോഡിക് വേവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആയിട്ടുള്ള സൈൻ അല്ലെങ്കിൽ കൊസൈൻ ഉപയോഗിച്ചിട്ടായിരിക്കും അറിയാം. സോ y of x, t is equal to a sin 2 pi by lambda x minus vt plus phi 0 അല്ലെങ്കിൽ phi 0 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആണ്. അതോടൊപ്പം തന്നെ എക്സ് പൊസിഷൻ, v വെലോസിറ്റി, t ടൈം ആൻഡ് 2 pi by lambda എന്ന് പറയുന്നത് k എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇറ്റ്സ് എ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ആൻഡ് വി ക്യാൻ പ്രൂവ് ദി റിലേഷൻ. നമുക്ക് ഈ റിലേഷൻ ഇങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. y is equal to x, t equal to a sin 2 pi by lambda x minus vt plus phi naught. അതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു സിമ്പിൾ ഹാർമോണിക് വേവ് ആണ് എന്ന് പറയാം. കാരണം അത് പീരിയോഡിക് ആണെങ്കിൽ സിമ്പിൾ ഹാർമോണിക് വേവ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മൾ പറയുന്നത് രണ്ട് കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഒന്ന്, ഡിസ്പ്ലേസ്മെൻറ്റ് പീരിയോഡിക് ആവും, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആവർത്തിക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് എൻ ലാംഡ ടൈംസും സെയിം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് റിപ്പീറ്റ് ഇറ്റ് സെൽഫ് അറ്റ് എക്സ് പ്ലസ് ലാംഡ, എക്സ് പ്ലസ് 2 ലാംഡ ടിൽ എക്സ് പ്ലസ് എൻ ലാംഡ. അതുപോലെ തന്നെ നമ്മൾ y ഓഫ് എക്സ് കോമ ടി ഇസ് ഈക്വൽ ടു y ഓഫ് എക്സ് കോമ ടി പ്ലസ് എം ടി. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടി പ്ലസ് ക്യാപിറ്റൽ ടി കോമ ടി പ്ലസ് 2t ടിൽ ടി പ്ലസ് എം ക്യാപിറ്റൽ ടി എന്നിവയാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമിലും, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്, ടൈമിലും ഇത് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ y ഓഫ് എക്സ് കോമ ടി എന്ന ഇക്വേഷനിൽ നമ്മൾ y ഓഫ് എക്സ് പ്ലസ് എൻ ലാംഡ കോമ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം y ഓഫ് എക്സ് കോമ ടി പ്ലസ് എം ടി ഈക്വൽ ടു എ സൈൻ 2 പൈ ലാംഡ ഇൻറ്റു ഓഫ് എക്സ് കോമ എക്സ് മൈനസ് വി ഓഫ് ടി പ്ലസ് എം ടി പ്ലസ് ഫൈ നോട്ട്. ആൻഡ് വി ക്യാൻ ഫൈൻഡ് എ സൈൻ 2 പൈ ബൈ ലാംഡ എക്സ് മൈനസ് വി ടി പ്ലസ് ഫൈ മൈനസ് 2 പൈ ബൈ ലാംഡ എം ടി വി. അതായത് നമ്മൾ റീഅറേഞ്ച്മെൻറ്റ് നടത്തി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റീഅറേഞ്ച്മെൻറ്റ് വരിക 2 പൈ ബൈ ലാംഡ എക്സ് മൈനസ് 2 പൈ ബൈ ലാംഡ വി ടി പ്ലസ് എം ടി പ്ലസ് ഫൈ നോട്ട് എന്നാണ്. ഇവിടെ ഫൈ നോട്ട് നമുക്ക് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ നമുക്കിവിടെ 2 പൈ ബൈ ലാംഡ എം ടി വി, ഈ 2 പൈ ബൈ ലാംഡ എം ടി വി എന്ന് പറയുന്നത് വി ബൈ ലാംഡ നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ വി ബൈ ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വുഡ് ബി ദി ഫ്രീക്വൻസി. എന്താണ് 1 ബൈ ടി? ഇതും ഫ്രീക്വൻസി തന്നെയാണ്. സോ y ഓഫ് എക്സ് കോമ ടി പ്ലസ് എം ടി ഈസ് ഈക്വൽ ടു എ സൈൻ 2 പൈ ബൈ ലാംഡ എക്സ് മൈനസ് പി ടി പ്ലസ് ഫൈ നോട്ട് മൈനസ് 2 പൈ എം. അതായത് ടി ആൻഡ് വി ബൈ ലാംഡ ഈക്വൽസ് ടു 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എ സൈൻ, അപ്പോൾ നമുക്ക് ആ 2 പൈ ബൈ ലാംഡ എം ടി വി എന്നുള്ളതിനെ നമുക്ക് 2 പൈ എം എന്നാക്കാം. കാരണം ടി വി ബൈ ലാംഡ എന്ന് പറയുന്നത് 1 ആണ്. സോ സൈൻ നമുക്കറിയാം, ഒരു സൈൻ പൈ അല്ലെങ്കിൽ സൈൻ തീറ്റ മൈനസ് 2 പൈ അല്ലെങ്കിൽ സൈൻ തീറ്റ മൈനസ് 2 പൈ എം എന്നൊക്കെ പറയുന്നത് അതേ സൈൻ തീറ്റയുടെ വാല്യൂ തന്നെയാണ് വരിക അക്കോർഡിംഗ് ടു ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആൻഡ് ഫങ്ഷൻസ്. സോ നമുക്കതിനെ
y of x comma t plus mt is equal to a sin 2 pi by lambda x minus vt plus phi theta phi 0 എന്ന് എഴുതാം. ഇത് തന്നെയാണ് y of x comma t എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കണ്ടീഷൻ y of x comma t plus m capital T എന്നാണ്. അവസാനം എത്തിയത് y of x comma small t. അതായത് ഈ രണ്ട് yയിലുള്ള x comma t plus mt y of x comma t എന്ന് പറയുന്ന ഫംഗ്ഷൻസ് രണ്ടും ഈക്വൽ ആണ്. അതിനർത്ഥം പീരിയോഡിസിറ്റിയുടെ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൽ നമുക്ക് നോക്കണം. ഇപ്പോൾ നമ്മൾ നോക്കിയത് ടൈമിലാണ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സും എക്സ് പ്ലസ് എൻ ലാംഡയും ചെക്ക് ചെയ്യാം. അപ്പോൾ y of x comma t is equal to y of x plus n lambda of t അല്ലെങ്കിൽ ഇൻറ്റു കോമ t. ദാറ്റ് ഈസ് എക്സിന് നമ്മൾ എക്സ് പ്ലസ് എൻ ലാംഡ എന്ന് കൊടുക്കുന്നു. മുമ്പ് കൊടുത്തത് t is equal to t plus m t പുറകെ കൊടുത്തതുപോലെ y of x plus n lambda കോമ t, അതായത് a sin 2 pi by lambda x plus n lambda minus vt plus phi 0 which is equal to a0 sin 2 pi n plus 2 pi by lambda x minus vt plus phi 0. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 2 pi by lambda into x plus 2 pi n lambda and lambda cancel, so 2 pi n വരും minus 2 pi by lambda vt plus phi naught എന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും വരുന്നത് ഒരു സൈൻ തീറ്റ പ്ലസ് 2 pi n എന്ന് വന്നു. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ പ്ലസ് 2 pi n ഒക്കെ വരുമ്പോൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നത് സൈൻ തീറ്റ തന്നെയാണ്. അതിനർത്ഥം y of x plus n lambda comma t is equal to a sin 2 pi by lambda x minus vt plus phi naught. അതായത് ഇത് തന്നെയാണ് എന്ത് y of x comma t. ഇത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കണ്ടീഷൻ, പീരിയോഡിസിറ്റിയുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ പീരിയോഡിക് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് ഒരു ഇക്വേഷൻ ഫോർ എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ആണ്, പക്ഷേ നമുക്കത് ഹാർമോണിക് വേവ് ആണെന്ന് കാണിക്കണം. അതുകൊണ്ട് തന്നെ അത് പീരിയോഡിക് ആണ്. കാരണം നമ്മൾ y of x comma t equal to y of x plus n lambda comma t and y of x comma t equal to y of x comma t plus mt രണ്ട് പ്രൂവ് ചെയ്തു. ഈ രണ്ട് കേസുകളാണ്, ഈ ഡിസ്പ്ലേസ്മെൻറ്റിലും ടൈമിലുമുള്ള ഈ റിപ്പീറ്റിംഗ് കേസുകളാണ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻസ് നമുക്ക് പീരിയോഡിക് മോഷൻ്റെ ഇക്വേഷനായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ y is equal to a sin 2 pi by lambda vt minus x എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ a sin 2 pi by lambda x minus sin of 2 pi by lambda x minus vt plus phi naught എന്ന് എഴുതാം. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു സിമ്പിൾ ഹാർമോണിക് വേവിൻ്റെ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഡെറിവേഷൻ എന്ന് പറയുന്നത് ഈ പ്രോഗ്രസീവ് വേവിൻ്റെ, ഹാർമോണിക് അല്ല, പ്രോഗ്രസീവ് വേവ്, ഹാർമോണിക്കും പറയാം, കുഴപ്പമൊന്നുമില്ല. പ്രോഗ്രസീവ് വേവിൻ്റെ, സിമ്പിൾ ഹാർമോണിക് പ്ലെയിൻ വേവിൻ്റെ എനർജി ആൻഡ് എനർജി ഡെൻസിറ്റി ഡിറൈവ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമുക്കറിയാം പ്രോഗ്രസീവ് വേവ് ഒരു മീഡിയത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു എനർജി ട്രാൻസ്ഫർ ഇവിടെ നടക്കും. ആ വേവിൻ്റെ ഡയറക്ഷനിൽ എനർജി ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ സോഴ്സിൽ നിന്നാണ് ഈ എനർജി വരുന്നത്. അതുപോലെ തന്നെ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എനർജി ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി മീഡിയം എന്നാണ്. അതുപോലെ തന്നെ ഈ എനർജി എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ കൺസെപ്റ്റ് നോക്കുമ്പോൾ ഇറ്റ് ഈസ് പാർട്ട്ലി കൈനറ്റിക് ആൻഡ് പാർട്ട്ലി പൊട്ടൻഷ്യൽ. ഈ കൈനറ്റിക് എനർജി വരുന്നത് വൈബ്രേറ്റിംഗ് പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ മൂലം അല്ലെങ്കിൽ വെലോസിറ്റി മൂലം. നമുക്കറിയാം ഹാർമോണിക് മോഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷനിലെ വൈബ്രേറ്റിംഗ് പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി മീൻ പൊസിഷനിൽ മാക്സിമം ആയിരിക്കും. അറ്റ് ദി എക്സ്ട്രീം പൊസിഷൻ ഇറ്റ് ഈസ് 0. അതുകൊണ്ട് തന്നെ എക്സ്ട്രീം പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമവും മീൻ പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും. ഇവിടെ പിന്നെ ലോഞ്ചിറ്റ്യൂഡനൽ വേവ് മോഷനിലെ എനർജി ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം അല്ല, കാരണം കംപ്രഷനും റെയർഫാക്ഷനും ഉണ്ട്. കംപ്രഷനിലെ മാക്സിമം വെലോസിറ്റിയും മാക്സിമം കൈനറ്റിക് എനർജിയും ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സ്പ്രഷനിലോട്ട് പോകാം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് പ്ലെയിൻ വേവ് ആണ്. അത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. സോ y is equal to a sin 2 pi by lambda x minus vt plus phi naught. അപ്പോൾ ഇവിടെ നമ്മൾ dy by dt ചെയ്യുമ്പോഴാണ് നമുക്ക് വെലോസിറ്റി കിട്ടും. സോ ഇറ്റ് ഈസ് നമ്മൾ ഈ yനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക്
ഒരു വാല്യൂ വരുന്നത് എ സൈൻ എ കോൺസ്റ്റൻ്റ് ആണ്, സൈൻ ഉള്ളത് കോസായി മാറുന്നു. സോ എ കോസ് 2π/λ എക്സ് മൈനസ് ബി ടി പ്ലസ് ഫൈവ് നോട്ട് എന്ന് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ 2π/λ എന്ന് പുറത്ത് വരും. ഒപ്പം തന്നെ മൈനസ് വിയും കൂടിയും വരും. കാരണം എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യും. സോ മൈനസ് വി ടീനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് വിത്ത് ടി ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് വി എന്ന് വരും. സോ ഇറ്റ് വുഡ് ബി മൈനസ് 2π/λ എ വി കോസ് 2π/λ എക്സ് മൈനസ് ബി ടി പ്ലസ് ഫൈവ് നോട്ട്. ഇനി നമ്മൾ ആക്സലറേഷൻ ഒരു വട്ടം കൂടി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കിതിനെ 4π²v²/λ² എ സൈൻ 2π/λ എക്സ് മൈനസ് ബി ടി പ്ലസ് ഫൈവ് നോട്ട് എന്ന് വരും. അതായത് ഈ എ സൈൻ 2π/λ എക്സ് മൈനസ് ബി ടി പ്ലസ് ഫൈവ് നോട്ട് ഇക്വേഷൻ 2-ലെ അത് എന്ത് തന്നെയാണ്, വൈ ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പ്ലസ് 4π/λ 4π²v²/λ² ഇൻറ്റു വൈ എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഇതിലെ ആക്സിലറേഷൻ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്താണ് എന്നാണ്. പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്താണ് എന്ന് നമുക്ക് കണ്ടെത്താം. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു തിൻ എലമെൻറ്റ്, മീഡിയത്തിൻ്റെ ഒരു തിൻ എലമെൻറ്റ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ തിക്നെസ് ഡി എക്സ് ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണെന്ന് കൺസിഡർ ചെയ്യുക, ഒറിജിനിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കറിയാം വോളിയം എന്തായിരിക്കും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു തിക്നെസ്, അതായത് എ ഡി എക്സ്. അപ്പോൾ നമുക്കറിയുന്നത് ഇതിനെ ഒരു n പാർട്ടിക്കിൾസ് ഉണ്ട്. ഓരോ പാർട്ടിക്കിൾസിൻ്റെ മാസ് സെയിം ആണ് m. അപ്പോൾ നമുക്ക് ടോട്ടൽ മാസ് എന്ന് പറയുന്നത് n × m. പിന്നെ ഇതിൻ്റെ ഡെൻസിറ്റി റോ ആയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. സോ nm ആണ് മാസ്. സോ nm AdX ഇൻറ്റു റോ. മാസ് എന്താണെന്ന് അറിയാലോ, അതായത് മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. സോ മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഇനി നമുക്കറിയാം ഇത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് പാർട്ടിക്കിൾസ് ഡിസ്റ്റൻസ് ബൈ മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആക്സലറേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ ആക്സലറേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളുടെ പാർട്ടിക്കിൾസ് വർക്ക് ചെയ്യുന്നത്. അതായത് മീൻ പൊസിഷനിലേക്കാണ് വർക്ക് അല്ലെങ്കിൽ ഫോഴ്സ്. സോ വി അസ്യൂം ദാറ്റ് ഓൾ ദി പാർട്ടിക്കിൾസ് ഹാസ് എ സെയിം ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് എന്താണ്, ma, അല്ലെങ്കിൽ മാസിൻ്റെ ആക്സലറേഷൻ. മാസ് എന്താണ്, നമുക്ക് ഇവിടെ മൈനസ് വാല്യൂ കൊടുക്കുന്നത് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് ദി motion of the particles. So minus nm 4π²v²/λ² y. ആക്സലറേഷൻ നമ്മൾ മുമ്പത്തെ ഇതിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. nm എന്താണ്, നമ്മൾ ഓൾറെഡി കണ്ടു, AdX റോ. സോ മൈനസ് AdX റോ 4π²v²/λ² ഇൻറ്റു y. ഇനി നമുക്കറിയാം പെർ യൂണിറ്റ് വോളിയം ആണെങ്കിൽ നമ്മൾ ബൈ വോളിയം ചെയ്യണം, അതായത് AdX തന്നെയായിരിക്കും. സോ AdXൻ്റെ AdX ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് 4π²v² റോ ബൈ λ² ഇൻറ്റു വൈ. നമുക്കറിയാം ഈ പെർ യൂണിറ്റ് വോളിയത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇത് പാർട്ടിക്കിൾസ് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യണം. അപ്പോൾ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ആണ്, അതായത് dy ഈസ് ഈക്വൽ ടു എഫ് dy. ടോട്ടൽ വർക്ക് എന്തായിരിക്കും, 0 മുതൽ y വരെ നമ്മൾ വർക്ക് ചെയ്യണം, അതായത് ഇൻറ്റഗ്രൽ 0 ടു y എഫ് dy. അതായത് 0 ടു y മൈനസ് 4π²v²/λ² റോ y dy എന്ന് വരും. നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ 0 ടു y ഇൻ്റർവെൽ ലിമിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുക മൈനസ് 4π²v² റോ ബൈ λ² y²/2. അപ്പോൾ നമുക്കറിയാം വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ആക്സലറേഷൻ ആണ്, കാരണം നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ വർക്ക് ഡൺ എന്താണ്, പോസിറ്റീവ്. ഈ വർക്ക് ഡൺ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് മൈനസ് സൈൻ റിമൂവ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് 4π²v² റോ ബൈ 2 λ². 4 and 2-ലെ 2 മാത്രം അവശേഷിക്കും. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ y² പകരം നമുക്ക് y എന്താണ്, എ സൈൻ 2π/λ എക്സ് മൈനസ് ബി ടി പ്ലസ് 50 അല്ലെങ്കിൽ 50 എന്ന് പറയാം. അതായത് 4 and 2 ക്യാൻസൽ ചെയ്യും. സോ 2π²v² റോ a²/λ² sin² 2π/λ എക്സ് മൈനസ് ബി ടി പ്ലസ് റോ 0. അതായത് 2π/λ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ v ഈസ് ഈക്വൽ ടു 2π²v² റോ a²/λ² sin² k ഇൻറ്റു എക്സ് മൈനസ് ബി ടി പ്ലസ് 50 എന്ന് എഴുതാം. അതായത് ഇതാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ഇതുപോലെ തന്നെ നമുക്ക് കൈനറ്റിക് എനർജി ചെയ്യാൻ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി എലമെൻറ്റ് എന്ന് പറയുന്നത് 1/2 mv² ആണ്. ഇവിടെ m എന്ന് പറയുന്നത് എന്താണ്, AdX റോ, ആൻഡ് ഇറ്റ് ഈസ് യൂണിറ്റ് വോളിയം ആയതുകൊണ്ട് റോ AdX എന്ന് വരും. സോ 1/2 റോ v². വാട്ട് ഈസ് v? v നമ്മൾ ഓൾറെഡി കണ്ടു, -2π
ബൈ ലാംഡ എ വി കോസ് 2π ബൈ ലാംഡ എക്സ് മൈനസ് പി ടി പ്ലസ് ഫൈ നോട്ട്. അതിനെ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 1/2 റോ 4π സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ എ സ്ക്വയർ വി സ്ക്വയർ കോസ് സ്ക്വയർ 2π ബൈ ലാംഡ എക്സ് മൈനസ് പി ടി പ്ലസ് ഫൈ നോട്ട് എന്ന് വരും. അതായത് കെ എന്ന് പറയുന്നത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2π സ്ക്വയർ റോ വി സ്ക്വയർ എ സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ കോസ് സ്ക്വയർ 2π ബൈ ലാംഡ എക്സ് മൈനസ് വി ടി പ്ലസ് ഫൈ സ്ക്വയർ അല്ലെങ്കിൽ ഫൈ നോട്ട്. സോ കെ ഈസ് ഈക്വൽ ടു എന്ത് പറയാം, നമുക്ക് 2π ബൈ ലാംഡനെ കെ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2π റോ വി സ്ക്വയർ എ സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ കോസ് സ്ക്വയർ കെ ഇൻറ്റു എക്സ് മൈനസ് വി ടി പ്ലസ് ഫൈ സ്ക്വയർ എന്ന് എഴുതാം. അതായത് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്നാണ്. അതായത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പ്ലസ് പെർ യൂണിറ്റ് വോളിയം, അതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ് എന്ത് വരിക, എനർജി ഡെൻസിറ്റി, ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2π സ്ക്വയർ വി സ്ക്വയർ എ സ്ക്വയർ റോ ബൈ ലാംഡ സ്ക്വയറിനെ പുറത്തെടുത്താൽ നമുക്ക് സൈൻ സ്ക്വയറും പ്ലസ് കോസ് സ്ക്വയർ സെയിം തീറ്റയാണ്. അതായത് തീറ്റ ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് 2π ബൈ ലാംഡ എക്സ് മൈനസ് പി ടി പ്ലസ് ഫൈ നോട്ട് എന്നാണ്. അത് സെയിം ആയതുകൊണ്ട് നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ 2π ബൈ ലാംഡ എക്സ് മൈനസ് പി ടി പ്ലസ് ഫൈ നോട്ടിന് നമുക്കൊരു തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. സോ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്ത് 2π സ്ക്വയർ വി സ്ക്വയർ എ സ്ക്വയർ റോ ബൈ ലാംഡ സ്ക്വയർ എന്ന് എഴുതാം. അതായത് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, എനർജി ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു 2π സ്ക്വയർ വി സ്ക്വയർ എ സ്ക്വയർ റോ ബൈ ലാംഡ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π സ്ക്വയർ റോ ഫ്രീക്വൻസിയുടെ അതായത് മ്യൂ സ്ക്വയർ എ സ്ക്വയർ എന്നായിരിക്കും. നമ്മളിവിടെ വി സ്ക്വയർ ബൈ ലാംഡ സ്ക്വയറിന് പകരം നമ്മൾ ബി ബൈ ലാംഡ റോയാണ്, വി സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ റോ മ്യൂ സ്ക്വയർ ആണ്, സോറി ബി ബൈ ലാംഡ ഈസ് ഈക്വൽ ടു റോ മ്യൂ then v square by lambda square is equal to mu square. So this is the derivation that we find finally for the energy density. ഇനി average potential energy എന്താണ് നമുക്കറിയാം. average potential energy എന്ന് പറയുന്നത് integral 0 to t u dt by integral 0 to t dt. നമ്മൾ പതിവ് പോലെ എന്ത് ചെയ്താൽ മതി, integral 0 to t u dt ചെയ്യുക. അപ്പോൾ നമുക്ക് 2π square mu square റോ എ സ്ക്വയർ സൈൻ സ്ക്വയർ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട് ഡി ടി എന്ന് വരും ബൈ ഇൻറ്റഗ്രൽ 0 to t dt. ഇത് നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ സൈൻ സ്ക്വയറിൻ്റെ ടേം നമ്മൾ 1 മൈനസ് കോസ് 2/2 ടേംസ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അതായത് ഇൻറ്റഗ്രൽ 0 to t കോസ് 2 കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട് ഡി ടി ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അത് 0 ആണ് ഓൾറെഡി. അതുകൊണ്ട് തന്നെ നമുക്ക് ആവറേജ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 2π സ്ക്വയർ മ്യൂ സ്ക്വയർ എ സ്ക്വയർ റോ ബൈ 2t ഇൻറ്റു ടി വിച്ച് ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ മ്യൂ റോ എ സ്ക്വയർ എന്ന് എഴുതാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഓവർ എ ടൈം പീരീഡ് ടി. ഇവിടെ നമ്മൾ മാറ്റം വരുത്തുന്നത് കൈനറ്റിക് എനർജിയിൽ സൈൻ സ്ക്വയറിന് പകരം കോസ് സ്ക്വയർ ആണ്, അതാണ് വ്യത്യാസമുള്ളൂ. അപ്പോൾ സൈൻ സ്ക്വയറിന് പകരം കോസ് സ്ക്വയർ ആകുമ്പോൾ നമുക്കതിന് 1+ ആയിട്ട് മാറും, മറ്റേത് 1- ആണ്. സെയിം സ്റ്റെപ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം എത്തുക നമുക്കറിയാം ഇൻറ്റഗ്രൽ 0 to t കോസ് 2 ഇൻറ്റു 2 ഓഫ് എക്സ് 2 കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട് ഡി ടി ഈസ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജിയുടെ ആവറേജ് എന്ന് പറയുന്നത് ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 2π സ്ക്വയർ ബി മ്യൂ സ്ക്വയർ റോ എ സ്ക്വയർ ബൈ 2t ഇൻറ്റു ടി. അപ്പോൾ നമുക്ക് പൈ സ്ക്വയർ മ്യൂ സ്ക്വയർ റോ എ സ്ക്വയർ എന്നാണ്. അതായത് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഓവർ എ ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു ആവറേജ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഓവർ എ ടൈം പീരീഡ് എന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് എനർജി, അതായത് ആവറേജ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഓവർ എ ടൈം പീരീഡും ആവറേജ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഓവർ എ ടൈം പീരീഡും സെയിം ആണ് എന്നാണ്, ഈക്വൽ ആണ് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ എനർജി ഡെൻസിറ്റി ആൻഡ് ഇറ്റ്സ് ഫർദർ ക്ലാസിഫിക്കേഷൻസ് ആണ് ചെയ്തത്. ഇനി നമുക്ക് ഇൻറ്റൻസിറ്റി ഓഫ് എ വേവ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അതായത് ഒരു വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എനർജി ട്രാൻസ്ഫേർഡ് ആണ്. അതായത്
യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ് നോർമൽ ടു ദി ഡയറക്ഷൻ ആണെന്ത് ഇൻറ്റൻസിറ്റി. അപ്പോൾ കൺസിഡർ എ പ്ലെയിൻ വേവ് ട്രാവലിംഗ് അലോങ് എക്സ് ഡയറക്ഷൻ. സോ എസ് അറ്റ് ടൈം ടി ആണ്, അതുകൊണ്ട് തന്നെ ഡെൽറ്റ എക്സ് ഈക്വൽ ടു വി ഡെൽറ്റ ടി. അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി ഓഫ് ദി വേവ് ഈസ് ഈക്വൽ ടു എനർജി ട്രാൻസ്മിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് എസ് ഡെൽറ്റ എക്സ് ഇ ബൈ എസ് ഡെൽറ്റ ടി. ഇറ്റ് ഇസ് വി ഇ. എസും എസ് ക്യാൻസൽ ആയി പോവും. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി വി ആവും. ഈ സെയിം അവിടെ നിൽക്കും. സോ ഇൻറ്റൻസിറ്റി ഓഫ് ദി വേവ് ഈസ് എനർജി ഡെൻസിറ്റി ഇൻറ്റു വേവ് വെലോസിറ്റി. സോ 2 പൈ സ്ക്വയർ റോ എ സ്ക്വയർ മ്യൂ സ്ക്വയർ ഇൻറ്റു വി എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് ദി വേവ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ കവർ ചെയ്തിരിക്കുന്ന പോർഷൻ ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നും എനർജി ഓഫ് ദി വേവും എനർജി ഓഫ് പ്ലെയിൻ ഹാർമോണിക് പ്രോഗ്രസീവ് വേവ്, അതുപോലെ തന്നെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് പെർ യൂണിറ്റ് വോളിയം ആൻഡ് എനർജി ഡെൻസിറ്റി ആൻഡ് ഫൈനലി ഇൻറ്റൻസിറ്റി ഓഫ് ദി വേവിൻ്റെ ഈക്വേഷൻസ് ആണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഈ ഡെറിവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ.